നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് വിക്രം സ്റ്റെഫിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ വിക്രത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഗംഗാപ്രസാദ് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. അങ്ങനെ വിക്രം അങ്ങോട്ട് പോവാണ്. അപ്പൊ സ്റ്റെഫി വിക്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോ സ്റ്റെഫി വന്നിട്ട് ചോദിച്ചു, വിക്രം അല്ലേന്ന് ചോദിക്കാം. അതേന്ന് പറയാണ്. പിന്നീട് സ്റ്റെഫി പറഞ്ഞു, എന്റെ പേര് സ്റ്റെഫി എന്ന് പറയണം. അത് കേട്ടപ്പോ വിക്രം പറഞ്ഞു, മനസ്സിലായി, എന്നോട് ഗംഗേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം വിക്രത്തോട് സ്റ്റെഫി പറഞ്ഞു, അല്ല എന്താ വിക്രത്തിന്റെ നീക്കം എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു, എനിക്ക് കല്യാണിയും കാർത്തികയും തീർക്കണം. അവരെ രണ്ടുപേരും തീർത്തിട്ട് വേണം പരോള് തീരുന്നതിന് മുമ്പ് എനിക്ക് ജയിലിലേക്ക് തിരികെ പോകാനെന്ന് പറയണം. ഗംഗേട്ടന് വേണ്ടിയിട്ട് എനിക്ക് ആ കാർത്തികയും തീർക്കണം. രണ്ടുപേരും എന്റെ ശത്രുക്കളാന്ന് പറയണം. ഇത് കേട്ടപ്പം സ്റ്റെഫി പറഞ്ഞു, അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലെന്ന് അറിയാലോ, അതെനിക്കറിയാം. പക്ഷെ അത്ര പെട്ടെന്നൊന്നും തീർക്കാനും പറ്റില്ല. അവരെ എന്റെ കൈപ്പിടിയിൽ എനിക്ക് കിട്ടണം. അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവരുടെ തട്ടകത്ത് ചെന്നിട്ട് എനിക്ക് എന്താണെങ്കിലും അവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. സ്റ്റെഫി ആലോചിച്ചിട്ട് പറഞ്ഞു, അതിനുള്ള നീക്കങ്ങളൊക്കെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. എന്താണെങ്കിലും ഈ പറയുന്ന കല്യാണിയും കാർത്തികയെ ഞാൻ നിന്റെ തട്ടകത്തിലേക്ക് എത്തിക്കൂന്ന് പറയാം. എന്റെ തട്ടകത്തിലോ? അതെ, നീ പറയുന്ന എവിടെയാന്ന് വെച്ചാൽ അവിടെ അവരെ രണ്ടുപേരെ ഞാൻ വരുത്തിക്കോളാം. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ ഞാൻ നടത്തി കഴിഞ്ഞെന്ന് പറയാം. ഇത് കേട്ട് ഞാൻ വിക്രം ചോദിച്ചു, ഇത്ര ഫാസ്റ്റ് ആയിട്ടോ? പിന്നല്ലാതെ, എത്രയും പെട്ടെന്ന് തന്നെ തീർക്കണം. അതെ, ഗംഗേട്ടൻ പുറത്ത് വരുമ്പോൾ ഗംഗേട്ടന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമായിരിക്കണം അതെന്ന് പറയണം. അധികം വൈകാതെ ഗംഗേട്ടൻ പുറത്തു വരുമെന്ന് എനിക്ക് അറിയാമെന്ന് പറയണം. പിന്നീട് സ്റ്റെഫി പറഞ്ഞു, നിനക്ക് സഹായം വേണേ പറഞ്ഞാൽ മതി. പിന്നെ ചെന്നൈ എന്നുള്ള വേറെ എൻ്റെ ആൾക്കാരും എത്തിയിട്ടുണ്ട്. ഗംഗേട്ടനെ ഞങ്ങളുടെ ഫ്രണ്ട്സാണിത്. അതുകൊണ്ട് അവരുടെ എന്തെങ്കിലും സഹായം വേണേ പറഞ്ഞാൽ മതി എന്ന് പറയാം. വിക്രം പറഞ്ഞു, എനിക്ക് ഒരു കാര്യം ചെയ്തു തന്നാൽ മാത്രം മതി. അറിയാലോ, അവരെ എൻ്റെ അടുത്ത് എത്തിക്കുക. പിന്നെ എനിക്ക് കുറെ പണത്തിന്റെ ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. അത് കേട്ടപ്പം അവൾ പറഞ്ഞു, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തന്നോളാം, ആ കാര്യത്തിലൊന്നും പേടിക്കണ്ടെന്ന് പറയണം. പിന്നെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എൻ്റെ ഫോൺ നമ്പറാന്ന് പറഞ്ഞ് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്, വിക്രത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതിന് വിളിച്ചാൽ മതി എന്ന് പറയണം. പിന്നീട് വിക്രത്തിന്റെ നമ്പരും അവള് മേടിച്ചു. അതിനുശേഷം പറഞ്ഞു, ഇനി അവരെ വിളിച്ചോണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരൂന്ന് പറയണം. നിനക്ക് എന്ത് വേണം ചെയ്യാം. ഈ സമയത്ത് വിക്രം പറഞ്ഞു, കുറെ കാലം കഴിഞ്ഞ് എന്നെ ഗംഗേണ്ണെ ഇട്ട് വട്ട് തട്ടിക്കാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പം തീർത്തിട്ട് അങ്ങോട്ട് പോയി അന്തസ്സായിട്ട് പോയി ജയിലിൽ കിടക്കാം. അതുകൊണ്ട് ആ ഒരു ഉറപ്പിന്മേലെ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നെ. ഗംഗേണ്ണെ ഞാൻ വാക്ക് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയെന്ന് പറയണം. അത് കേട്ടപ്പോൾ സ്റ്റെഫി പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിക്കോ, നിന്നോടൊപ്പം ഞാനുണ്ട്. എൻ്റെ എന്ത് സപ്പോർട്ട് വേണം ചോദിച്ചാൽ മതി, ഞാൻ തരൂന്നൊക്കെ പറയണം. അങ്ങനെ വിക്രം സന്തോഷത്തോട് കൂടിയിട്ട് തിരികെ പോന്നെ. അപ്പൊ ഈ വിക്രത്തിനെ ഫോളോ ചെയ്ത് പ്രകാശനുണ്ടായിരുന്നു. പ്രകാശൻ അറിയാം വിക്രം എന്തേലും പരിപാടി കാണിക്കും എന്നുള്ള കാര്യം. കാരണം വിക്രം വെറുതെ ഇരിക്കില്ലെന്നറിയാം. അവൻ വന്നത് തന്നെ കല്യാണിയും കാർത്തികനെയും ഇല്ലാതാക്കാനാണെന്നൊരു ചിന്ത പ്രകാശന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എന്തേലും ആണെങ്കിൽ വെറുതെ വിടാൻ പോകുന്നില്ല. അത് മാത്രമല്ല, വിക്രത്തിന്റെ ഓരോ നീക്കങ്ങളും ചന്ദ്രസേന്റെ ഗുണ്ടകൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൻ എങ്ങോട്ട് പോന്നു, എന്ത് ചെയ്യുന്നൊക്കെ. കാരണം കല്യാണിക്കും കാർത്തിക്കും ആർക്കും ഒരു ഉപദ്രവം ഉണ്ടായിക്കൂടാ അവനെ കൊണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് ആ സെക്കൻഡിൽ തന്നെ അവനെ തീർക്കാനായിട്ട് അവന്റെ ഫോളോ ചെയ്ത ആൾക്കാരുണ്ട്. അതൊന്നും പക്ഷെ അവൻ അറിയത്തും ഉണ്ടായിരുന്നില്ല. പിന്നീട് വിക്രം സ്റ്റെഫിയെ കാണാൻ പോകുന്ന കാര്യമൊക്കെ അതൊക്കെ ചന്ദ്രസേന അറിയാണ്. ഒരു പെണ്ണുമായിട്ട് അവൻ പോയി സംസാരിച്ചു, ഡീൽ ചെയ്തെന്നൊക്കെ. ഇതെല്ലാം അറിഞ്ഞപ്പോൾ ചന്ദ്രസേന സ്റ്റെഫിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. കാരണം അറിയണമല്ലോ എന്താ ഏതാന്ന്. ഇനിയിപ്പോൾ അവളെ വെച്ചിട്ടാണ് കളികൾ കളിക്കാൻ പോകുന്നതെന്ന് പറയാനും പറ്റില്ലോ. അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞേ അവള് ചെന്നൈയിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. ഗംഗാപ്രസാദിന്റെ കൂട്ടുകക്ഷിയാന്നുള്ള കാര്യം. അത് കേട്ടപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി. അപ്പം വിക്രവും സ്റ്റെഫിയായിട്ട് പുതിയ തന്ത്രങ്ങൾ മെനയുവാണ്. ഒരു പക്ഷേ കല്യാണിയാണോ കാർത്തിയാണോ ആർത്തി ടാർജറ്റിന് അറിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവനിട്ട് പണി കൊടുക്കണമെന്ന് ചന്ദ്രസേനൻ തീരുമാനിക്കുവാണ്. ഈ സമയത്ത് വിക്രം വീട്ടിലേക്ക് ചെല്ലുക. പ്രകാശനാണ് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട്. പിന്നെ വിക്രം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ പറഞ്ഞു, എടാ മോനെ, നീ ഇങ്ങനെയൊന്നും ഇറങ്ങി നടക്കാൻ പാടില്ലെന്ന് പറയണം. എന്താച്ചാ അങ്ങനെ പറഞ്ഞേ? എടാ, നിനക്ക് ചുറ്റും ശത്രുക്കളുണ്ട്. ശത്രുക്കളോ? എവിടെ ശത്രുക്കള്? ഒരു ശത്രുക്കളോ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാ. എടാ, നീ ആ കാർത്തികയുടെ തല തല്ലി പൊളിച്ചിട്ടല്ലേ പോയത്. എടാ, അപ്പൊ പിന്നെ കാർത്തികയുടെ ആൾക്കാർ ഇനി പുറത്തുണ്ടോന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം അവര് വല്ല കൊട്ടേഷനും കൊടുത്തിട്ടുണ്ടേ നിന്നെ തീർക്കും അവര്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ എനിക്ക് ആരടാ ഉള്ളേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഒരു ഗംഭീര അഭിനയം കാഴ്ചവെക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അച്ഛനൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. എന്നെ സഹായിക്കാനിട്ട് ഇപ്പൊ പുറത്ത് ആൾക്കാരുണ്ട്. ഗംഗയുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്ന് പറയാണ്. അത് കേട്ടൻ പ്രകാശൻ സുഹൃത്തുക്കളോ? അതാരാ? അതൊക്കെ ഉണ്ട്. അതൊക്കെ സമയമാകുമ്പോ അച്ഛൻ അറിഞ്ഞാൽ മതി. ഈ പറയുന്ന കല്യാണിയും കാർത്തികനെയും ഒക്കെ എന്റെ അടുത്തേക്ക് എത്തിക്കോള്. ഞാൻ കാര്യം ചെയ്തിട്ട് നൈസായിട്ട് അകത്തേക്ക് അങ്ങോട്ട് പോകും. അച്ഛൻ അതിനെയൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്നോടൊപ്പം സപ്പോർട്ടായിട്ട് അച്ഛനും നിന്ന് തന്നാൽ മാത്രം മതി. പിന്നെ ചതിക്കാൻ വല്ല പ്ലാനും ഉണ്ടായി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അറിയാലോ എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും
ഉം, പ്രകാശം പറഞ്ഞു ചതിക്കാനാ ഞാൻ നിന്നെയോ? എടാ അതിനു വേണ്ടിയിട്ടാണ്ടാ ഞാൻ ഇത്രയും കാലം നിന്നെ വളർത്തി വലുതാക്കിയത്. നിന്നെ രാജാവിനെ പോലെ വളർത്തണമെന്ന് ആഗ്രഹിച്ചാണല്ലേടാ ഞാൻ. എന്നിട്ട് നിന്നെ ഞാൻ എന്തേലും ചതിക്കുവോ? എടാ അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ മോൻ്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ അങ്ങോട്ട് സൂചിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഏറ്റവും നല്ല പണി കിട്ടുന്ന മനോഹരനുണ്ടായിരുന്നു. കാരണം മനോഹർ രാവിലെ ഉടുത്തൊരുങ്ങി കഴിയുമ്പോൾ സരയു വന്നിട്ട് ചോദിച്ചു, അല്ല മനുവേട്ടാ രാവിലെ എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണമെന്ന് പറയണേ. പിന്നീട് പതിവിലും കവിഞ്ഞ് കൺമയോട് ഭയങ്കര സ്നേഹപ്രകടനം സരയുവിനെ ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. സരയുവിന് അപ്പോഴേ മനസ്സിലായി ഇവൻ പോകാനുള്ള തന്ത്രപ്പാടാണ്. ഇവൻ ചെല്ലട്ടെ, ചെന്നിട്ട് വരട്ടെ എന്നൊരു ചിന്തയോട് കൂടി സരയു നിൽക്കുകയാണ്. കാരണം സരയു ഓൾറെഡി പണി കൊടുത്തിട്ടുണ്ട്. അത് പക്ഷെ എന്താ ഏതാന്നൊന്നും മനോഹറിന് അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് മനോഹർ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേന് ശാരി അങ്ങോട്ട് വന്നു. ശാരിയെ കണ്ടിട്ട് മനോഹർ പറഞ്ഞു, അതെ എന്റെ ശല്യം ഇന്നത്തെ കൊണ്ട് തീരുവാ. ഞാൻ ഇന്നത്തെ ഫ്ലൈറ്റിന് അമേരിക്കയ്ക്ക് പറക്കുക. ഇനി ഇപ്പൊ എന്നെ മഷി ഇട്ട് നോക്കിയാൽ പോലും കാണത്തില്ല. പിന്നെ നിങ്ങളുടെ മോളുടെ കാര്യം അതൊക്കെ നിങ്ങൾ മാനേജ് ചെയ്തോണെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശാരി പറഞ്ഞു, എടാ ദുഷ്ടാ നീ എവിടെയെങ്കിലും പോയെന്ന് തൊലഞ്ഞാൽ മതി. ഇനി നിന്നെ ഈ ഭാഗത്തേക്ക് പോലും കണ്ടേക്കരുത്. എന്റെ മോളുടെ ജീവൻ നശിപ്പിച്ചിട്ട് നിനക്ക് എത്ര ഇങ്ങനെ പറയാൻ കഴിയുന്നു? നിനക്ക് ഇങ്ങനെ ക്രൂരനായിട്ട് കഴിയുന്നു? എന്നാലും എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ്. ആ സമയത്ത് പറഞ്ഞു, ശരി എന്നാ ശരി പോട്ടെ, ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല. വിധി ഉണ്ടെങ്കിൽ നമ്മൾ ഇനി വീണ്ടും കാണും. ഇത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, നിന്നെ കാണാതിരുന്നാൽ മാത്രം മതി. പോകുന്ന വഴിക്ക് ആ ഫ്ലൈറ്റ് താർന്ന് നീ അങ്ങോട്ട് ചത്തുപോയാൽ മതിയായിരുന്നു എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മനോഹർ പറഞ്ഞു, ഓ അങ്ങനെയൊന്നും പറയല്ലേ ശാരി, നീ അങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശാരി പറഞ്ഞു, അത് ശരിയാടാ, ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുന്നല്ലേ പറയണേ. നിന്നെ ദൈവം എന്താണെങ്കിലും പന പോലെ വളർത്തൂടാ, പക്ഷെ നിനക്കുള്ള ശിക്ഷ എന്താണെങ്കിലും കിട്ടുമെന്നൊക്കെ പറയാണ്. ഈ സമയത്ത് സരയു അതെല്ലാം കേട്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. സരയു പറഞ്ഞു, അവനിട്ടുള്ള പണി ഞാനാ കൊടുക്കാൻ പോകുന്നത്, നീ വരൂടാ, നീ എവിടം വരെ പോനാ, എന്റെ കാലിച്ചോട്ടിലേക്ക് തന്നെ വരും, നിനക്ക് ഒരിടത്തേക്കും പോകാൻ പറ്റില്ല എന്ന് സരയു പറയാണ്. പക്ഷെ ശാരിക്ക് അറിയത്തുണ്ടായിരുന്നില്ല സരയു ഇങ്ങനെ ഒരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ. മനോഹറിട്ടുള്ള പണി. പിന്നീട് മനോഹർ ഭയങ്കര സന്തോഷത്തോട് വിട്ട് ഹോട്ടലിലേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും മരിയ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് മരിയോട് പറഞ്ഞു, റെഡിയായെന്നൊക്കെ ചോദിക്കാം. റെഡിയായെന്ന് പറയാം. ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയണം. ആ ഫ്ലൈറ്റിനുള്ള സമയമല്ലേ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്ത് പോയി ഒരു കോഫിയെ കുടിച്ചിട്ട് വന്നാലോ എന്ന് ചോദിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്ത് പോയി കോഫിയെ കുടിച്ചിട്ട് വന്നു. അതിന് ശേഷം പോവാന്ന് പറയണം. അങ്ങനെ ബാഗെല്ലാം എടുത്തും താഴെ കൊണ്ടേ വെച്ചു. കാറിനകത്തേക്ക് ഡിക്കിക്കകത്തേക്ക് എല്ലാം കയറ്റി. അപ്പോഴാണ് മനോഹർ ചോദിക്കുന്നത്, അല്ല പാസ്പോർട്ടും വിസയുടെ അതൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കണം. അത് കേട്ടപ്പോൾ മരിയ പറഞ്ഞു, അത് മനുവേട്ടൻ ബാഗിനകത്തുണ്ടല്ലോ എന്ന് പറയണം. അങ്ങനെ മനോഹർ അത് നോക്കുവാണ്. നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തില്ല. അവസാനം ബാഗെല്ലാം അരിച്ചിട്ട് തപ്പുവാണ്, ഒരിടത്തും കാണാനില്ല. ഇതെന്താ മരിയ പറയണേ, ഈ പാസ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെയെന്ന് ചോദിക്കുകയാണ്. അല്ല ഇതിനകത്ത് ഉണ്ടായിരുന്നു പറയണം. അപ്പൊ നീ ഇന്നലെ ഒന്നും നോക്കിയില്ലെന്ന് ചോദിക്കാം. ഇല്ലാന്ന് പറയണം. അങ്ങനെ മനോഹറിന്റെ പാസ്പോർട്ടും വിസയൊന്നും കണ്ടില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി മനോഹർ. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമല്ല. പിന്നീട് തിരികെ ഹോട്ടലിലേക്ക് എല്ലോണം. അവിടെയൊക്കെ അരിച്ചു പെറുക്കി നോക്കി, പക്ഷെ അവിടെയൊന്നും കണ്ടില്ല. എവിടെ കാണാനാ? കാരണം സരിയും മുമ്പ് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. മനോഹറിന്റെ താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ എല്ലാം എടുത്തു പെറുക്കി വെച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് സരിയു അത് അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. സരിയുവിന് അറിയാം ഇവൻ അമേരിക്കയ്ക്ക് പോകാന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയായിരുന്നു. അത് അടിച്ചു മാറ്റിയായിരുന്നു. പക്ഷെ അത് അവനറിയില്ലായിരുന്നു, മനോഹറിന് അറിയത്തില്ലായിരുന്നു. പിന്നീട് മനോഹർ ആകെപ്പാടെ വെപ്രാളപ്പെടുക. അപ്പോഴേക്കും മരിയ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും മനുവേട്ടാ, കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ ഫ്ലൈറ്റിന്. പാസ്പോർട്ടും വിസയിട്ട് കാണാനുമില്ല. എന്താ മരിയ നീ പറയണേ? ഇത് ഉണ്ടെന്ന് നീ ഇല്ലേ പറഞ്ഞ ബാഗിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. ഞാൻ വെച്ചതായിരുന്നു, ഇതെങ്ങനെ മിസ്സായെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയണം. ആകെപ്പാടെ വല്ലാത്തൊരു ഞെട്ടലോട് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. അങ്ങനെ മനോഹറിന്റെ നല്ല 8ന്റെ പണി കിട്ടുവാണ്. ഫ്ലൈറ്റിൽ കയറി അമേരിക്കയിൽ പോയി സുഖജീവിതം നയിക്കാന്ന് കരുതി അവനിട്ട് നല്ല പണി സരയു കിട്ടുന്നുണ്ട്, സരയു കൊടുക്കുന്നുണ്ട്. ഇനി അവൻ തിരികെ സരയുവിന്റെ അടുത്തേക്ക് തന്നെ വരും. ആ സമയം നോക്കി സരയു എന്താണല്ലോ അവന്റെ കഥ കഴിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു.